ഇനിയേ നമുക്ക് കണ്ണാടിയിലും നോക്കാം. വാ വാ. ഈ വേഷത്തിൽ നിന്നെ കാണാൻ എന്ത് ഭംഗിയാന്നറിയോ? പിന്നെ ഭംഗി ഇതൊക്കെ പഴഞ്ച ഫാഷൻ അല്ലേ? ആണെങ്കിൽ എന്താ, ഫാഷൻ ചെയ്താലും നീ സുന്ദരി തന്നെ. മതി മതി, എന്റെ സൗന്ദര്യത്തെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. ആ പിന്നെ അത് ഉമ്മർത്ത് കുറച്ച് തുണികൾ കിടപ്പുണ്ട്. അവര് വരുമ്പോഴേക്കും ഞാനതൊക്കെ എടുത്ത് മാറ്റട്ടെ. ഞാൻ പോയിക്കോട്ടെ. പേടിക്കണ്ട പേടിക്കണ്ട, ഞാൻ ഈ വേഷത്തിൽ എങ്ങോട്ടും ഇറങ്ങി ഓടാനൊന്നും പോകുന്നില്ല. ധൈര്യമായിട്ട് പോയിക്കോ. നല്ല കുട്ടി. അല്ലെങ്കിലും ഞാനെന്തിനാ ഓടിപ്പോകുന്നേ? എല്ലാം മുറപോലെ നടന്നോട്ടെ. ഈ കല്യാണം എപ്പോഴാ മുടക്കണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മേ, അവരൊക്കെ എത്തിയിട്ടുണ്ട്. കണിയായിട്ട് അവരുടെ മുമ്പിൽ ചെന്ന് നിന്നു അല്ലേ? അവരൊക്കെ വന്നു. അതെയോ? അങ്ങോട്ട് വരിക. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. കുറച്ചൊക്കെ വിഷമിച്ചാലും അവസാനം തെറ്റിദ്ധാരണകളൊക്കെ മാറും. അതിനപ്പുറമായിരിക്കും യഥാർത്ഥ സന്തോഷം. വരിക. എല്ലാം പെട്ടെന്നായതുകൊണ്ട് അതുകൊണ്ട് ആളും പന്തലൊന്നുമില്ല. തൽക്കാലം നമ്മൾ 2 കുടുംബങ്ങളും മാത്രം മതി ചടങ്ങിനും തീരുമാനിച്ചു. അതിനെന്താ തിരുമേനി, വിവാഹം കേമായിട്ട് നമുക്ക് എല്ലാവരും വിളിച്ച് നടത്താലോ. ഇരിക്കുക. മോളെ, അവര് വന്നുട്ടോ. ഓ, നിനക്കെന്തോ ഒരു ഉത്സാഹമില്ലാത്തത്? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം. എന്റെ വിവാഹ നിശ്ചയമാണെന്നും പറഞ്ഞ് ഈ വീടിന് ചുറ്റും ഒരു 3-4 റൗണ്ട് ഓടാം. എന്താ പോരെ? എന്റെ പൊന്നു മോളെ, ഒന്ന് പതുക്കെ പറ, അവർ കേൾക്കും. എന്നെ ഇനി എപ്പോഴാ അവരുടെ മുന്നിലേക്ക് എഴുന്നള്ളിപ്പിക്കുന്നേ? നെറ്റിപ്പട്ടം കെട്ടി നിർത്തിയിരിക്കുകയാണല്ലോ. അതൊക്കെ സമയമാകുമ്പോ അമ്മ ഒന്ന് വിളിച്ചോ. കേട്ടോ തിരുമേനി, രാവിലെ തന്നെ ഏറ്റവും അടുത്ത ചില ബന്ധുക്കൾ ഓരോ പരാതിയായിട്ട് വിളിക്കുക. സംഭവം എന്താ?
വിവാഹ നിശ്ചയത്തിന് അവർക്ക് ക്ഷണമില്ലല്ലോ. ചിലർക്ക് വിളിച്ചാൽ ബുദ്ധിമുട്ട്, ചിലർക്ക് വിളിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട്. ഞങ്ങൾക്ക് പിന്നെ വിളിക്കാനാണെങ്കിൽ ഈ നാട് അടച്ചു വിളിക്കണം. എല്ലാവരുമായി അത്രയ്ക്ക് പ്രിയത്തിലാണേ. ആ പ്രിയങ്ക മോളെവിടെ? അവള് മുറിയിലുണ്ട്. അവൾക്ക് എല്ലാവരുടെ മുൻപിലേക്ക് വരാൻ അല്പം നാണമുള്ള കൂട്ടത്തില്. പെൺകുട്ടികളെ നാണിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇക്കാലത്ത് ഒരു അത്ഭുതമായിട്ട് മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ നിന്നേ അത് പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. വേറെ ചിലരൊക്കെ നാണിക്കുന്നത് പോയിട്ട് ആരെയാ ബഹുമാനിക്കേണ്ടതെന്ന് പോലും തിരിച്ചറിയില്ല. കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, വരുന്നവളുടെ സ്വഭാവം മറന്നു പഠിച്ചോളൂ. ആ എന്നാ പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിരിക്കെ, ഞാൻ എന്റെ മോളെ ഒന്ന് കാണട്ടെ. മുത്തശ്ശി, ഞാൻ കൂടെ വരട്ടെ? ഒന്ന് അടങ്ങിയിരിക്കടാ അവിടെ. 10 ദിവസം കഴിഞ്ഞാല് എല്ലാ നേരവും രണ്ടുപേരും കൂടിയല്ലേ, പിന്നെന്താ? വരൂ. നേരെ ചെന്ന് എല്ലാവരുടെയും മുഖത്ത് നോക്കി അങ്ങ് പറഞ്ഞാലോ, ഈ കല്യാണത്തിന് എനിക്ക് ഇഷ്ടമല്ലാന്ന്. ആ അല്ലെങ്കിൽ വേണ്ട. അയാളോട് വിളിച്ച് ചോദിച്ചാലോ, കത്ത് വായിച്ചിട്ടും പിന്നെയും കുടുംബക്കാരെ കൊണ്ട് വന്നത് എന്തിനാന്ന്. ഒരു കാര്യത്തിനും ഒരു ഉറപ്പുമില്ലാതെ ഇത് മുടക്കുന്നത് എങ്ങനെയാ? ശരത്തിന്റെ മറുപടി വരുന്നത് വരെ പിടിച്ചു നിന്നേ പറ്റും. മോളെ, മുത്തശ്ശിക്ക് അകത്തേക്ക് വരാമോ? എന്റെ പ്രാർത്ഥന ഫലിച്ചു. പേരറിയുന്ന എല്ലാ ക്ഷേത്രങ്ങളിലേക്കും മുത്തശ്ശി വഴിപാട് നേർന്നിട്ടുണ്ട്. എന്തിനാന്നറിയൂ? എന്റെ കൊച്ചുമോന് ചേരുന്ന ഒരു പെൺകുട്ടി തന്നെ വന്ന് ചേരണേന്ന്. ഒരു പ്രാർത്ഥനയും വെറുതെ ആയില്ല. ഈ വേഷത്തില് എന്റെ കുട്ടിയെ കാണുമ്പോ എല്ലാ ദൈവങ്ങളും ഒന്നിച്ച് അനുഗ്രഹിച്ചതുപോലെയാ മുത്തശ്ശിക്ക് തോന്നുന്നത്. ആ മോളിവിടെ ഇരിക്കും. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ആഗ്രഹങ്ങൾ ഒരുപാടുണ്ടെന്ന് മുത്തശ്ശിക്ക് അറിയാം. എന്തൊക്കെയാ മോളുടെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാ മോള അവനോട് പറഞ്ഞാ മതി, അവ നടത്തിത്തരും. മോക്കൊരു കാര്യം അറിയൂ, കുറച്ച് ദിവസത്തിനുള്ളിൽ അവൻ തിരിച്ചു പോവാനിരുന്നതാ. ഇപ്പൊ എന്താ സ്ഥിതി? പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. അച്ഛന്റെ ബിസിനസ്സുകളൊക്കെ നോക്കി നാട്ടിൽ തന്നെ നിൽക്കാനാ അവന്റെ തീരുമാനം. ആ ഒരു തീരുമാനം അവനെ കൊണ്ട് എടുപ്പിച്ചത് മോളാ. മോളെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിലേ അവൻ തിരിച്ചു പോയേനെ. ഞങ്ങൾ ഇവിടെ വന്ന് പെണ്ണ് കണ്ട് തിരിച്ചു പോയില്ലേ? മോൾ എന്തു പറഞ്ഞു? മോളുടെ സമ്മതം ചോദിച്ചോ? അതൊക്കെയായിരുന്നു അവന്റെ ടെൻഷൻ. അവനെ എന്നോടാ കൂട്ട്. ഇപ്പൊ ഏതു നേരവും പ്രിയങ്ക മോളെന്ന് ഞാനിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കെ. കഴിഞ്ഞ ദിവസം ഞാനെന്താ മോളെ ഫോൺ ചെയ്തതെന്നറിയോ? എനിക്കവൻ സ്വൈരം തരാഞ്ഞിട്ട. പ്രിയങ്ക മോളുടെ സമ്മതം നേരിട്ട് തന്നെ അറിയണം, അല്ലാതെ ഞാൻ കിടന്ന് ഉറങ്ങില്ല എന്ന് പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? അപ്പോ അദ്ദേഹം ഞാൻ എഴുതിയ കത്ത് വായിച്ചില്ലേ? ആ, അതൊരബദ്ധം പറ്റി. കത്ത് അവന്റെ കയ്യിൽ നിന്ന് പുഴയിലേക്ക് വീണു. ഇറങ്ങിച്ചെന്ന് എടുത്തപ്പോഴേക്കും അതിലെ അക്ഷരങ്ങളെല്ലാം മാഞ്ഞുപോയി. എന്തൊരു സങ്കടമായിരുന്നോന്ന് അറിയോ? അക്ഷരമൊന്നുമില്ലാത്ത കത്തും കൊണ്ടുവന്ന് എന്റെ അടുത്ത് വെച്ചിട്ട് പരാതി പറച്ചില് തന്നെ. അപ്പോ അത് വായിച്ചില്ല അല്ലേ? ഇല്ല.
പക്ഷേ ഞാൻ പറഞ്ഞു അത് തന്നെയാ മോളുടെ സമ്മതമെന്ന്. അങ്ങനെ തന്നെ അല്ലേ? വരുണിന്റെ ഭാര്യ എന്ന് പറഞ്ഞാലേ എന്റെ മനസ്സിലെ രാജകുമാരിയാ. മോക്കവിടെ ഒരു കുറവും വരില്ല. മോളെ മുത്തശ്ശി നോക്കിക്കോളാം. എന്താ യശോദേ? എല്ലാം എടുത്തു, ഇതാ കൊണ്ടുവരുന്നു. നീ എന്താ മോളെ ഈ വേഷത്തിൽ നിൽക്കുന്നു? അവളിപ്പോ പ്രത്യേകിച്ച് ഒരുങ്ങേണ്ട കാര്യം എന്താ? വീട്ടിലൊരു നല്ല കാര്യം നടക്കല്ലേ അമ്മേ, അവളെ മാത്രം ഒഴിവാക്കുന്ന എങ്ങനെയാ? മോളെ നീ പോയിട്ട് നല്ലൊരു സാരി എടുത്തിട്ട് വാ. സോറി, ഉമ്മർത്ത് ആള് വന്നിരിക്കുന്നത് കൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഇക്കാര്യത്തിൽ അമ്മ പ്രത്യേകിച്ചൊന്നും പറയണമെന്നില്ല. പ്രിയങ്കയ്ക്കുള്ള സ്ഥാനം അമ്മയുടെ മനസ്സിൽ ഇവൾക്കില്ലായിരിക്കാം, പക്ഷെ ഞങ്ങൾക്കുണ്ട്. മോള് പോയി റെഡിയാവും. വേണ്ട അച്ഛാ. പറഞ്ഞാ അങ്ങോട്ട് അനുസരിക്ക, കേട്ടല്ലോ? ചെല്ലി മോളെ. എന്തു നല്ല കാര്യം ഉണ്ടായാലും അതിനിടയിലേക്ക് കൊണ്ടുവന്ന് നിർത്തിക്കോളൂ. അമ്മയൊന്നും മിണ്ടായിരിക്കുന്നുണ്ട്. ഞാൻ പറയാനുള്ളതൊക്കെ പറയും. അല്ല പിന്നെ കാര്യാക്കണ്ട, അമ്മയ്ക്കിത് പതിവല്ലേ. ആ, ജയഭാരതി അമ്മ പ്രിയങ്കയുടെ അടുത്താ, വിളിച്ചോണ്ട് വന്നിട്ട് ചായ കൊടുക്കാം. അതെ, അവനെ ഇനി സ്ഥിരമായിട്ട് വിദേശത്തേക്ക് വിടുന്നില്ലാന്ന് തീരുമാനിച്ചെന്നേ ഉള്ളൂ. കല്യാണം കഴിഞ്ഞ് പുറം രാജ്യങ്ങളൊക്കെ ഒന്ന് കറങ്ങി കാണണമെന്ന് തീരുമാനം എടുക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടി ഇങ്ങ് പൊയ്ക്കോ. അതിനൊരു തടസ്സവും ഇല്ല. ചായ എടുത്തു, അങ്ങോട്ട് വരൂ. ആ, എന്നാ പിന്നെ മുത്തശ്ശി അങ്ങോട്ട് ചെല്ലട്ടെ മോളെ. തൊള്ളോടൊരു സ്നേഹം കാണുമ്പോ ഭ്രാന്താ വരുന്നത്. ഹലോ, അയ്യോ വരുൺ സാർ ഒരു ഫംഗ്ഷനിലാണല്ലോ. തിരിച്ച് വിളിക്കാൻ പറയാം, അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞൊന്ന് വിളിക്കാൻ പറ്റുമോ? ആ ശരി ശരി, ഓക്കെ. തിരുമേനി, എങ്കിൽ പിന്നെ വൈകിപ്പിക്കാതെ നമുക്ക് ആ ചടങ്ങ് അങ്ങ് നടത്തിയാലോ? ആയിക്കോട്ടെ യശോദേ, മോളെ വിളിച്ചോളൂ. ആ ശരി. കണിമംഗലം കുടുംബത്തിലെ ഒരു പയ്യന്റെ വിവാഹ നിശ്ചയം ഇത്രയും ചെറിയൊരു ചടങ്ങായി പോയത് സത്യത്തില് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടാണ്. തിരുമേനി, ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ലല്ലോ, പിന്നെന്താ? മോളെ, അവിടെ എല്ലാരും നിന്നെ കാത്തിരിക്കുക. വാ വാ, എഴുന്നേറ്റ് വാ മോളെ. ദേ പറയുന്ന കേക്ക്. ചേച്ചി, ചേച്ചിനോടൊപ്പം വാ. അതെന്തിന്? നിന്റെ വിവാഹ നിശ്ചയമല്ലേ നടക്കുന്നത്? ചേച്ചി എൻ്റെ കൂടെ വന്നേ പറ്റൂ. അതൊന്നും വേണ്ട. മുത്തശ്ശി ഇക്കാര്യത്തിൽ ദേഷ്യം കാണിക്കണ്ട. ചേച്ചി, ചേച്ചിനോട് വാ. വാ.
ഏതാ പ്രിയങ്കയുടെ കൂടെയുള്ള കുട്ടി? അതിവിടുത്തെ ജോലിക്കാരിയാ. ഇവരെന്തിനാ ഈ വേലക്കാരിയെ കൂടെ നിർത്തുന്നേ? വന്നവർക്ക് അത്രയും വില കൽപ്പിച്ചിട്ടുള്ളൂ, അത്ര തന്നെ. എല്ലാവരും മനുഷ്യരായി കാണുന്നത് അത്ര മോശ സംസ്കാരമൊന്നുമല്ല. ഇയാളെന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? എന്നാൽ ഇനിയിപ്പോ ചടങ്ങാവാം അല്ലേ തിരുമേനി? ഓ ആയിക്കോട്ടെ. ജാതകം കൈമാറുന്നു, ജാതകം കൈമാറുന്നു, ജാതകം കൈമാറുന്നു. ജാതകം വാങ്ങുന്നു, ജാതകം വാങ്ങുന്നു, ജാതകം വാങ്ങുന്നു. ആയിരത്തി 200 തുലാമാസം 15 തീയതി 2024 നവംബർ 1 തീയതി രാവിലെ 10:30 11:45 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ അനിഴ നക്ഷത്രം വരുണും തിരുവോണ നക്ഷത്രം പ്രിയങ്കയും തമ്മിലുള്ള വിവാഹത്തിന് ഉത്തമം. അയ്യോ, പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ മറന്നുപോയി. കണിമംഗലത്തേക്ക് വന്ന് കയറുന്ന പെണ്ണുങ്ങൾ പാരമ്പര്യമായിട്ട് അണിയുന്ന ഒരു വളയുണ്ട്. ഞാൻ കണിമംഗലത്തേക്ക് കയറി വന്നപ്പോ അതെന്നെ ധരിപ്പിച്ചു. പത്മിനി വന്നപ്പോ അത് ഉരുക്കി പണിത് പത്മിനിയുടെ പാകത്തിനാക്കി. കൽപ്പന വന്നപ്പോ അത് കൽപ്പനയ്ക്കായി. ഇനി അത് പ്രിയങ്കമ്മയുടെ കയ്യിലാക്കി എടുക്കേണ്ടത്. ഇറങ്ങാനുള്ള തിടുക്കത്തില് ഞാനതങ്ങ് മറന്നു. ആ പറഞ്ഞതില് എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ അമ്മേ. എന്തു കള്ളം? എന്റെ അമ്മയ്ക്ക് മറവിയൊന്നും തുടങ്ങിയിട്ടില്ല. ഉണ്ടോ പത്മിനി? ഇത് മറവിയല്ല, കൊച്ചുമോളുടെ അടുത്ത് ഒരിക്കൽ കൂടി വരാനുള്ള സൂത്രമാണ്. ആ എനിക്ക് വയസ്സായില്ലേ, അതുകൊണ്ട് മറന്നു എന്ന് പറഞ്ഞാ നിങ്ങൾ ആരും സമ്മതിച്ചു തരില്ല. ഞാനിന്ന് വൈകുന്നേരം തന്നെ ആ വള കൊണ്ടുവന്ന് എന്റെ കുട്ടിയുടെ കയ്യിലിട്ടോളാം. എന്താ തിരുമേനി, ഞാൻ വീണ്ടും വരുന്നത് ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? നമ്മളിനി ഒരു കുടുംബമല്ലേ, അതുകൊണ്ടിനി എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാലോ.